ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും KV സ്മാർട്ട് സ്റ്റഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ യൂണിറ്റ് 1 മൈ ഫാമിലി ആൻഡ് മീ എന്ന് പറഞ്ഞിരിക്കുന്ന യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള 2 ലിറ്റിൽ ഹാൻഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന പാഠമാണ്. എന്താണ് 2 ലിറ്റിൽ ഹാൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2, ലിറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ, ഹാൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകൾ. 2 ചെറിയ കൈകൾ, 2 കുഞ്ഞി കൈകൾ എന്നാണ് ഈ പാഠത്തിൻ്റെ പേരിൻ്റെ അർത്ഥം. അപ്പം നമ്മൾക്ക് പാഠത്തിലേക്ക് അങ്ങ് പോയാലോ? 2 little hands go clap, clap, clap. 2 little legs go tap, tap, tap. എന്താ ഈ വരികളിൽ പറഞ്ഞിരിക്കുന്നത്? കൂട്ടുകാര് നിങ്ങളുടെ 2 കുഞ്ഞിക്കൈകൾ എടുത്തിട്ട് ദേണ്ട ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കുട്ടി അടിക്കുന്നതിൻ്റെ കൂട്ട് ഒന്ന് അടിച്ചു നോക്കുക. അപ്പം നിങ്ങൾക്കൊരു സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൈ കൊട്ടുക അല്ലെങ്കിൽ ക്ലാപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞിക്കൈകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാപ്പ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത വരിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 little legs go tap, tap, tap. കൂട്ടുകാര് നിങ്ങളുടെ കുഞ്ഞിക്കാലുകൾ തറയിലോട്ട് ഭയങ്കരം ശക്തി ഉപയോഗിച്ചിട്ട് ഒന്ന് അടിച്ചു നോക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാപ്പ്, ടാപ്പ്, ടാപ്പ് എന്നൊരു സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് കുഞ്ഞിക്കാലുകൾ ഉപയോഗിച്ചിട്ട് ടാപ്പ്, ടാപ്പ്, ടാപ്പ് എന്ന സൗണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഇനി അടുത്ത വരിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 little eyes are open wide. കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും നല്ല രീതിയിൽ തുറന്നിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ചുറ്റിനുമുള്ള വസ്തുക്കളെല്ലാം കാണുന്നതിനായിട്ട് അല്ലേ? 1 little head goes side to side. നമ്മുടെ ഹെഡ്, തല നമുക്ക് ഒരു വശത്ത് നിന്നും മറ്റൊരു വശത്തേക്ക് തിരിക്കാനായിട്ട് പറ്റും അല്ലേ? അടുത്ത വരികളിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിയാലോ? 2 little eyes to look around. നമ്മുടെ കണ്ണുകൾ എന്തിനാ നമ്മളെ സഹായിക്കുന്നത്? നമുക്ക് ചുറ്റിനുമുള്ള വസ്തുക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ്, കാണുവാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. 2 little ears to hear any sound. നമ്മുടെ 2 ചെവികളും നമ്മളെ ചുറ്റിനുമുള്ള പല തരത്തിലുള്ള സൗണ്ടുകൾ കേൾക്കാനായിട്ട് സഹായിക്കുന്നു അല്ലേ? 1 little nose to smell and breathe. നമ്മുടെ മൂക്ക് നമ്മളെ എന്തിനു സഹായിക്കുന്നു? മണക്കുന്നതിനായിട്ട്, പല തരത്തിലുള്ള മണങ്ങൾ അറിയുന്നതിനായിട്ട് സഹായിക്കുന്നു. അതുപോലെ ശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നു അല്ലേ? കൂട്ടുകാരൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇപ്പോഴും നിങ്ങളുടെ നോസ് എന്ത് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്? ബ്രീത്ത് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്, ശ്വസിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുപോലെ 1 little mouth that likes to eat. നമ്മുടെ കണ്ണുപയോഗിച്ചിട്ട് ഒരു മാങ്ങ കാണുവാണെന്ന് വിചാരിച്ചോ. അപ്പം നമ്മുടെ വായിക്കകത്തിൽ അത് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം നിറയും അല്ലേ? നമ്മുടെ കുഞ്ഞിവായി എപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒന്നാണ് അല്ലേ? അപ്പം അടുത്ത
വരികളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹാൻഡ്സ് ടു ക്ലാപ്പ്, ലെഗ്സ് ടു വാക്ക്. നമ്മുടെ കൈകൾ നമ്മളെ ക്ലാപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. ലെഗ്സ് കാലുകൾ നമ്മളെ വാക്ക് ചെയ്യാൻ നടക്കാൻ സഹായിക്കുന്നു. നോസ് ടു സ്മെൽ, നമ്മുടെ മൂക്ക് നമ്മളെ മണക്കാൻ സഹായിക്കുന്നു. മൗത്ത് ടു ടോക്ക്, നമ്മുടെ വായ് സംസാരിക്കുന്നതിനായിട്ട് സഹായിക്കുന്നു. ഹെഡ് ടു മൂവ്, നമ്മുടെ തലയാണെങ്കിൽ ഒരു വശത്ത് നിന്നും മറ്റൊരു വശത്തേക്ക് തിരിയാനായിട്ട് സഹായിക്കുന്നു. ഐസ് ടു സീ, നമ്മുടെ കണ്ണുകൾ നമ്മളെ കാണാനായിട്ട് സഹായിക്കുന്നു. ഇവയെല്ലാം കൂടി ചേർന്നിട്ട് ഐ ഹാവ് എ ലിറ്റിൽ ബോഡി ദാറ്റ് ബിലോങ്സ് ടു മീ, എനിക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു ചെറിയ ബോഡി, ഒരു ശരീരം എനിക്ക് ഉണ്ട്. കൂട്ടുകാർക്കും ഐസും നോസും മൗത്തും ഇയറും ഹെഡും ഹാൻഡും ലെഗും എല്ലാം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു ദേഹമില്ലേ? അടുത്ത ഭാഗത്തിൽ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? പാർട്സ് ഓഫ് ബോഡി. നമ്മുടെ സ്വന്തം ശരീരത്തിലെ കുറച്ച് പാർട്സിൻ്റെ പേര് നമുക്ക് പഠിക്കാം. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന പാട്ട് കൂട്ടുകാർ റൈംസിനകത്ത് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഹെഡ്, ഷോൾഡേഴ്സ്, നീസ് ആൻഡ് ടോസ്, നീസ് ആൻഡ് ടോസ്, ഹെഡ്, ഷോൾഡർ, നീസ് ആൻഡ് ടോസ്, നീസ് ആൻഡ് ടോസ്, ആൻഡ് ഐസ് ആൻഡ് ഇയേഴ്സ് ആൻഡ് മൗത്ത് ആൻഡ് നോസ്. ഹെഡ്, ഷോൾഡേഴ്സ്, നീസ് ആൻഡ് ടോസ്, നീസ് ആൻഡ് ടോസ് അല്ലേ? അപ്പം അതിനകത്തിലെ ഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തല എന്നാണ് അർത്ഥം. ഈ ചിത്രത്തിൽ ചേട്ടൻ്റെ ഹെഡ് കാണിച്ചിരിക്കുന്ന കണ്ടില്ലേ? അടുത്ത എന്താണ്? ഷോൾഡേഴ്സ്. ഷോൾഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തോള് എന്നാണ് അർത്ഥം. ദേ ഈ ചിത്രത്തിലെ ചേച്ചി കാണിച്ചിരിക്കുന്ന കണ്ടില്ലേ? നമ്മുടെ പുസ്തകത്തിൽ വേണ്ട ഈ ബോയ് കാണിച്ചിരിക്കുന്ന കണ്ടില്ലേ? അടുത്തതായിട്ട് നീസ്. നീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കാലിൻ്റെ മുട്ടുകൾ എന്നാണ് അർത്ഥം. ദേ കണ്ടില്ലേ? അടുത്ത എന്താണ്? ടോസ്. ടോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കാലിലെ വിരലുകൾ എന്നാണ് അർത്ഥം. ദേണ്ടേ ഈ കുട്ടി കാണിച്ചിരിക്കുന്ന കണ്ടില്ലേ? അവൻ്റെ കാലിലെ വിരലുകൾ. അടുത്ത എന്താണ്? ആൻഡ് ഐസ് ആൻഡ് ഇയേഴ്സ്. ഐസ് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് കാണിച്ചേ കുട്ടികളുടെ ഐസ് എന്തേ? ദേണ്ട ഈ ചിത്രത്തിൽ ഈ മൊട്ടക്കുട്ടി കാണിച്ചിരിക്കുന്ന കണ്ടില്ലേ? അവൻ്റെ കണ്ണുകൾ. ഇയേഴ്സ് ചെവി കാണിച്ചിരിക്കുന്ന കണ്ടില്ലേ? ദേ മുട്ടക്കുട്ടി കാണിച്ചിരിക്കുന്ന കണ്ടില്ലേ? അടുത്ത എന്താണ്? മൗത്ത്. മൗത്ത് കാണിച്ചിരിക്കുന്ന കണ്ടില്ലേ? ഇതാണ് എൻ്റെ മൗത്ത് എന്നും പറഞ്ഞ്. അടുത്ത എന്താണ്? നോസ്. ദേ മൂക്കും കാണിച്ചിട്ടുണ്ടല്ലേ? അപ്പം ഹെഡ് അറിയാം, ഷോൾഡേഴ്സ് അറിയാം, നീസ് അറിയാം, ടോസ് അറിയാം. അതുകൂടാതെ നമുക്ക് നമ്മുടെ ഐസ്, ഇയേഴ്സ്, മൗത്ത്, നോസ് അറിയാം അല്ലേ? അപ്പം അടുത്ത ഭാഗത്തിൽ എന്താണുള്ളത്? അടുത്ത ഭാഗത്തിൽ നമുക്ക് മാച്ച് ദ പാർട്സ് ഓഫ് ദ ബോഡി വിത്ത് ദർ പിക്ചേഴ്സ്. ഈ പിക്ചർ നോക്കിയിട്ട് ആ ബോഡി പാർട്ടിൻ്റെ പേരെന്താണോ അതിലേക്ക് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ദേ ഈ ഫുട്ബോൾ കളിക്കുന്ന കുട്ടിയുടെ പടം, ആ കുട്ടിയുടെ ഓരോ ബോഡി പാർട്സിൻ്റെയും പേരും എഴുതി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ മാച്ച് ചെയ്യാനായിട്ടുള്ളത് ഹാൻഡാണല്ലേ? ഇന്ന് പറയുന്നത് എന്താണ്? ഹാൻഡ്. അപ്പം നമുക്ക് മാച്ച് ചെയ്താലോ? ദേ ഇവിടെ കിടപ്പുണ്ട് ഹാൻഡ്. അടുത്താണ് ഇതെന്താണ്? കണ്ണ്, ഐ അല്ലേ? മാച്ച് ചെയ്താലോ? അപ്പം ഐ. അടുത്ത എന്താണ്? ഒരു കൈ മാത്രം. അപ്പം കൈയുടെ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഭാഗത്തിന് നമ്മൾ പറയുന്നതാണ് ആം എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് മാച്ച് ചെയ്താലോ? ആം. അടുത്ത എന്താണ്? തല, ഹെഡ് അല്ലേ? മാച്ച് ചെയ്താലോ? ഹെഡ്. അടുത്ത എന്താണ്? ലെഗ്, LEG ലെഗ്. അടുത്ത എന്താണ്? നാവ്, ടങ്, TONGUE ടങ്. അടുത്ത എന്താണ്? ചെവി, ഇയർ അല്ലേ? EAR ഇയർ. അടുത്ത എന്താണ്? മൂക്ക്, നോസ് അല്ലേ? NOSE നോസ്. അടുത്ത എന്താണ്? ഫൂട്ട്, എന്താ? പാദം അല്ലേ?
അപ്പം FWOT ഫൂട്ട്. അടുത്ത എന്താണ്? കവിള്. കവിളിന് എന്താ പറയുന്നത്? ചീക്ക് എന്നാണ് പറയുന്നത്. CHEEK ചീക്ക്. അടുത്ത എന്താണ്? വായ്, മൗത്ത്, MOUTH. ഓക്കെ ആണോ? അപ്പം കൂട്ടുകാരും എൻ്റെ കൂടെ തന്നെ മാച്ച് ചെയ്തായിരുന്നോ? അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു 2 ലിറ്റിൽ ഹാൻഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പാഠം? അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ വരുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.